കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മത്തങ്ങയുടെ തോല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ ചെത്തുമ്പോൾ എല്ലാവരും തോല് കളയുകയാണ് പതിവ്. പക്ഷേ വളരെ ടേസ്റ്റിയായൊരു ചമ്മന്തി ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. മത്തൻ, വെള്ളരി, ചൊരയ്ക്ക ഇതിൻ്റെയൊക്കെ തോലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്താണ് കൂടുതൽ വിറ്റാമിൻ. മിക്കവാറും നമ്മളത് കളയുകയാണ് ചെയ്യാറ്. ഇനി ഒരിക്കലും ആരും മത്തങ്ങയുടെ തോല് കളയരുത്. ഈ അരിഞ്ഞെടുത്ത തോല് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. ഏറ്റവും ചെറുതാക്കണ്ട, ഒരു മീഡിയമായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. കുറേ പേർക്കൊന്നും മത്തങ്ങയുടെ കറിയൊന്നും ഇഷ്ടമല്ല, മത്തങ്ങ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഈ തോല് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. എന്താണെന്നൊന്നും പറയരുത്, ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത്ര ടേസ്റ്റാണ് ഇതിൻ്റെ ചമ്മന്തിക്ക്. മത്തങ്ങയിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. പിന്നെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ മത്തങ്ങ റെഗുലറായി കഴിച്ചാൽ ഷുഗർ ലെവൽ കുറയുന്നത് കാണാറുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മത്തങ്ങയുടെ തോലൊക്കെ ചോപ്പ് ചെയ്ത് റെഡിയായി. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എല്ലാ എണ്ണയിൽ നന്നായി വഴറ്റണം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. വളരെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മുന്തി നിന്ന് തേങ്ങാ ചട്നിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രമേ ചേർക്കാവൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങയുടെ തോല് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ചട്നിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഈ തോല് ഒന്ന് സോഫ്റ്റ് ആവണം, അത്ര ആയാൽ മതി. വല്ലാതെ ഡ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് ഇത് നന്നായി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അങ്ങനെ അവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാനിന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. മസ്റ്റായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൊരക്കയുടെ തോല് വെച്ച് ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.